നമസ്കാരം. ഏറ്റുമാനൂരിൽ ട്രെയിനിന് മുൻപിൽ ചാടി അമ്മയും മക്കളും ജീവനൊടുക്കിയ സംഭവത്തിൽ ഭർത്താവിനെ പോലീസ് അറസ്റ്റ് ചെയ്തത് നിർണായക നീക്കങ്ങളിലൂടെ. ഇന്ന് രാവിലെ ഷൈനിയുടെ മാതാപിതാക്കളുടെ മൊഴി പോലീസ് എടുത്തു. അതിനുശേഷം നോബിയുടെ വീട്ടിലെത്തി പോലീസ് ഇയാളെ കസ്റ്റഡിയിലെടുത്തു. അതിനുശേഷമാണ് അറസ്റ്റ്. പോലീസിന്റെ ചോദ്യങ്ങൾക്കൊന്നും വ്യക്തമായ ഉത്തരം നൽകാൻ നോബിക്കായിരുന്നില്ല. ഇറാഖിലാണ് നോബിക്ക് ജോലി. നോബി ഇറാഖിലേക്ക് പോകാനിരുന്ന ദിവസമാണ് ഷൈനി മക്കളെയും കൊണ്ട് ആത്മഹത്യ ചെയ്തത്. ഏറ്റുമാനൂരിൽ ട്രെയിൻ തട്ടി മരിച്ച ചുങ്കംചേരിയിൽ വലിയപറമ്പിൽ ഷൈനി, മക്കളായ അലീന, ഇവാന എന്നിവരുടെ മരണത്തിൽ നോബിക്കെതിരെ ആത്മഹത്യ പ്രേരണയാണ് ചുമത്തിയത്. കുടുംബ പ്രശ്നങ്ങൾ മൂലം ഷൈനി മക്കളെയും കൂട്ടി ട്രെയിനിന് മുന്നിൽ ചാടി ജീവനൊടുക്കുകയായിരുന്നു. നോബിയുമായുള്ള പ്രശ്നങ്ങളെ തുടർന്ന് ഷൈനിയും മക്കളും ഷൈനിയുടെ ഏറ്റുമാനൂർ പാറോലിക്കലിലെ വടകരയിൽ വീട്ടിലായിരുന്നു താമസം. ഏറ്റുമാനൂരിലെ പള്ളിയിൽ സംസ്കാരം നടത്താൻ ഷൈനിയുടെ ബന്ധുക്കൾ തീരുമാനിച്ചിരുന്നെങ്കിലും മകൻ എഡ്വിൻ്റെ ആഗ്രഹപ്രകാരം മൃതദേഹങ്ങൾ തൊടുപുഴയിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. അവിടെയാണ് സംസ്കാര ചടങ്ങ് നടന്നത്. ഇതിനുശേഷമാണ് ഷൈനിയുടെ മാതാപിതാക്കളുടെ മൊഴി പോലീസ് എടുത്തതും തുടർ നടപടികളിലേക്ക് കടന്നതും. പാറോലിക്കലിലെ വീട്ടിൽ ശുശ്രൂഷകൾ നടക്കുമ്പോൾ ഷൈനിയുടെ ഭർത്താവ് നോബി വീടിന് സമീപം കാറിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. മൃതദേഹം കൊണ്ടുപോകാനായി എടുത്തപ്പോഴാണ് നോബി പുറത്തിറങ്ങിയത്. ഇതോടെ നാട്ടുകാരും ബന്ധുക്കളും നോബിക്ക് നേരെ തിരിഞ്ഞു. പോലീസ് ഇടപെട്ടാണ് സ്ഥിതി ശാന്തമാക്കിയത്. ഷൈനിയുടെയും മക്കളുടെയും മരണത്തിൽ ഭർത്താവിൻ്റെയും വീട്ടുകാരുടെയും പങ്കിൽ പ്രതിഷേധിച്ച് സമീപവാസികൾ ചുങ്കത്തെ വീട്ടിലേക്ക് എത്തിയില്ല. പള്ളിയിലേക്കാണ് നാട്ടുകാരെത്തിയത്. സംഘർഷ സാധ്യത കണക്കിലെടുത്ത് നോബിയും ബന്ധുക്കളും പള്ളിയിലെത്തിയില്ല. ഇതെല്ലാം നോബിയുടെ അറസ്റ്റിലേക്ക് എത്തിക്കുന്ന കാര്യങ്ങളായി മാറി. അതിനിടെ മരണത്തെപ്പറ്റി അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാൻ മനുഷ്യാവകാശ കമ്മീഷൻ ജുഡീഷ്യൽ അംഗം കെ ബൈജുനാഥ് ജില്ലാ പോലീസ് മേധാവിക്ക് നിർദ്ദേശം നൽകുകയും ചെയ്തു. ഇതോടെ നടപടിയെടുക്കാതിരിക്കാൻ പോലീസിന് കഴിയാത്ത അവസ്ഥയുണ്ടായി. ഭർത്തൃ വീട്ടിലെ പീഡനങ്ങൾ ഷൈനിക്ക് സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു. എന്നിട്ടും നോബിക്കൊപ്പം ജീവിക്കാനായിരുന്നു ഷൈനി താല്പര്യപ്പെട്ടതെന്ന് അയൽവാസികൾ പറയുന്നു. പത്തനംമാറ്റി പെണ്ണായിരുന്നു അതെന്നാണ് അയൽവാസിയായ സ്ത്രീ ഷൈനിയെക്കുറിച്ച് മാധ്യമങ്ങളോട് പറഞ്ഞത്. നോബി മദ്യപിച്ച് ഷൈനിയെ ശാരീരികമായി ഉപദ്രവിക്കുന്നത് പതിവായിരുന്നു. പക്ഷേ ഷൈനിയൊന്നും തിരിച്ചു പറയില്ല. ഇന്നുവരെ പ്രതികരിച്ചതായി അറിയില്ല. അത്രയ്ക്ക് പാവമായിരുന്നു. സംസാരം വളരെ കുറവാണ്. എല്ലാം സഹിച്ച് പിടിച്ചു നിന്നു. വീട്ടുജോലി ചെയ്യുന്നതിനിടയിലെല്ലാം ഷൈനിയെ നോബി ഉപദ്രവിക്കും, കഴുത്തിന് കുത്തിപ്പിടിക്കും. എന്തൊക്കെ നടന്നാലും ഷൈനി ചെയ്യുന്ന ജോലി പൂർത്തിയാക്കി ആ വീട്ടിൽ തന്നെ കഴിയും. നോബി ആ പെണ്ണിന്റെ സ്നേഹം മനസ്സിലാക്കിയില്ല. അതാണ് ആ കുടുംബത്തിലുണ്ടായ ദുരന്തത്തിന് കാരണമെന്നായിരുന്നു അയൽവാസിയുടെ പ്രതികരണം. ഇവരെല്ലാം പോലീസിന് മുന്നിലും സംഭവം വിശദീകരിച്ചു. ഇതിനൊപ്പം സോഷ്യൽ മീഡിയയിലും വലിയ ചർച്ച ഉയർന്നു. ഈ സാഹചര്യത്തിൽ മനുഷ്യാവകാശ കമ്മീഷനും സംഭവത്തിൽ ഇടപെട്ടു. അങ്ങനെ പോലീസ് നടപടികളിലേക്ക് കടന്നു. ഷൈനിയെ കുറ്റപ്പെടുത്താൻ കഴിയില്ല. കാരണം അവർക്ക് മുന്നിൽ മറ്റൊരു വഴിയും ഉണ്ടായിരുന്നില്ല. സഹിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ഷൈനി ഈ കടുങ്കൈ ചെയ്തത്. ഷൈനിയുടെ വീട്ടുകാർ സാമ്പത്തികമായി താഴ്ന്നവരാണെന്ന ചിന്ത നോബിക്കും വീട്ടുകാർക്കും ഉണ്ടായിരുന്നു. നോബി ഷൈനിയുടെ വീട്ടിൽ വിളിച്ച് മകളെ ഇവിടെ നിന്ന് കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. സ്വന്തം മകനെ കൊണ്ടുവരെ ഷൈനിക്കെതിരെ കേസ് കൊടുത്തു. ഇതെല്ലാം ആയപ്പോൾ അവൾ ആകെ തളർന്നു. മക്കളുമായി വീട് വിട്ടിറങ്ങിയിട്ടും നോബിയും കുടുംബവും അവരെ വേട്ടയാടി. ജോലി പോലും കിട്ടാതെ വന്നു. ഷൈനി BSc നഴ്സാണ്. അവളെ ഭർത്താവ് ജോലിക്ക് വിട്ടിരുന്നില്ല. നോബി മാത്രമല്ല, നോബിയുടെ അമ്മയടക്കമുള്ളവർക്ക് ഇതിൽ പങ്കുണ്ടെന്നത് അടക്കമുള്ള വിമർശനങ്ങളാണ് അയൽവാസികൾ ഉയർത്തിയത്. തൊടുപുഴ ചുങ്കം സെന്റ് മേരീസ് ജ്ഞാനായ കത്തോലിക്ക പള്ളിയിലായിരുന്നു സംസ്കാരം നടത്തിയത്. ഷൈനിയുടെ നാട്ടിൽ സംസ്കാരം നടത്താനാണ് ആദ്യം തീരുമാനിച്ചതെങ്കിലും നോബിയുടെ കുടുംബം പോലീസിൽ പരാതി നൽകി. കേസും മറ്റും ഒഴിവാക്കാൻ വേണ്ടിയാണ് മൃതദേഹം തൊടുപുഴയിലേക്ക് കൊണ്ടുവരണമെന്ന കുബുദ്ധി നോബി എടുത്തത്. എന്നാൽ നോബിയുടെ വീടിന് ചുറ്റുമുള്ളവർ തന്നെ സത്യം വിളിച്ചു പറഞ്ഞു. ഇതോടെ ഇയാൾ അഴിക്കുള്ളിലേക്ക് പോകുന്നുവെന്നതാണ് വസ്തുത.